ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് വൈറലായ ആ റെസിപ്പി ഞാനും കണ്ടു, ചെയ്തു നോക്കി. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാലോ എന്ന്. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന 3 സവാളയും 2 പച്ചമുളകും. 3 സവാള ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം സവാള ഇത് രണ്ടും നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുക. അരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് കനം കുറച്ചൊന്നും അരിയണ്ട. ചെറിയ കനത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഏകദേശം ഇത് ഒരു സാലഡൊക്കെ ഉണ്ടാക്കുന്ന അതേ കണക്ക് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ഇത് എളുപ്പവുമാണ്. പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാനും പറ്റും. തയ്യാറാക്കാനായിട്ട് 3 സവാളയും 2 പച്ചമുളകും മാത്രം മതിയാകും. ഇതെല്ലാം ഒന്ന് പിരുത്തി ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണങ്ങിയ പാത്രം മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളമയം ഒന്നും പാടില്ല. അതിനോട് ആവശ്യമായ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഉപ്പും വിനാഗിരി എല്ലാം കൂടെ കൈവച്ചൊന്ന് ഞെവിടി കൊടുക്കുക. നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ട് നമുക്കിതങ്ങ് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത താളിക്കാനുള്ളതെടുക്കാം. അതിനായി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ നല്ലത് നല്ലെണ്ണ ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ അല്ലേ, അതുപോലെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നീ തീ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ തീ കുറച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ ചൂടായ അതേപോലെ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ ഇതിനകത്ത് വെള്ളമയമേ പാടില്ല. ആ സവാള ആയാലും ആ പാത്രം ആയാലും ഒന്നിനും വെള്ളമയം ഇരിക്കാൻ പാടില്ല. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇത് ടേസ്റ്റ് കൂടുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല റെസിപ്പിയാണ്. ഇപ്പം എരിയോ പുളിയോ ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കളയാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പം പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് വൈറലായ ആ റെസിപ്പി നമ്മളും ചെയ്യുമല്ലോ അല്ലേ? ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ചെയ്തു. ഇനി നിങ്ങളും ചെയ്യുമല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.